Lord, you're holy, Lord. റോമാലേഖനം 1-ാം അധ്യായം 22 മുതൽ വായിക്കുന്നു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. റോമാലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ഇവിടെ പറയുന്നവർക്ക് സൃഷ്ടാവിനെക്കുറിച്ച് ബോധ്യമുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമാണ് എന്ന് ഇവർക്കറിയാം. ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യൻ സകലത്തിൻ്റെ ഉടയവനാണ്, സൃഷ്ടാവാണ് എന്നിവർക്കറിയാം. പക്ഷേ അവർ സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിച്ചു, സേവിച്ചു. അപ്പസ്തലനായ പൗലോസ് ഈ വാക്യം എഴുതുമ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. സൃഷ്ടാവുണ്ട് എന്നറിയാം, പക്ഷേ സൃഷ്ടാവിനെയല്ല ജനം മഹത്വപ്പെടുത്തുന്നത്, മറിച്ച് ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളെയാണ്. ഇന്ന് ക്രൈസ്തവ ഗോളത്തിലും ചിലരെ ശ്രദ്ധിച്ചാൽ അവർ സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടികളെയാണ് മഹത്വപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ചില ഉദാഹരണങ്ങൾ പറയാമോ? ഒരു സുവിശേഷ യോഗം നടക്കുന്നു. വലിയ ഫ്ലെക്സ് ബോർഡും പരസ്യ ബോർഡുകളുമൊക്കെ ഉണ്ട്. ഇന്ന വ്യക്തി പ്രസംഗിക്കുന്നു, രോഗസൗഖ്യം നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വളരെ വലുതായി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ വ്യക്തിക്കാണ് അവിടെ പ്രാമുഖ്യം. എന്നാൽ അത്തരം ബോർഡുകളിൽ പലപ്പോഴും യേശു എന്ന വാക്കോ യേശുവിൻ്റെ ഒരു വചനമോ പലപ്പോഴും ഉണ്ടാകാറില്ല. മറിച്ച് അത്ഭുത രോഗസൗഖ്യം, അതിനുള്ള വരം ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്ന വ്യക്തിക്കാണ് അവിടെ മഹത്വം കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഒരു പ്രസംഗകൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ആ പ്രസംഗകനെ വാനോളം പുകഴ്ത്തുന്നു. ഇവിടെയെല്ലാം സംഭവിക്കുന്നത് സൃഷ്ടാവിലും ഉപരി സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുക. ഇവർക്കൊക്കെ അറിയാം സൃഷ്ടിയെ മഹത്വപ്പെടുത്തരുത്, സൃഷ്ടാവിനെയാണ് മഹത്വപ്പെടുത്തേണ്ടത്, ആരാധിക്കേണ്ടത്. എങ്കിലും പ്രായോഗിക തലത്തിൽ സൃഷ്ടികളെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ മരിച്ചുപോയ വിശുദ്ധരെയാണ് മഹത്വപ്പെടുത്തുന്നത്. മറ്റു ചിലർ ജീവനോടെ ഇരിക്കുന്ന അത്ഭുതസിദ്ധികൾ ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്ന ചില വ്യക്തികളെ മഹത്വപ്പെടുത്തുന്നു. ഇത് രണ്ടും അപകടമാണ്. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് 1 കൊരിന്ത്യർ 10:31
നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ സർവശക്തനായ ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല. എന്നെ ആരെങ്കിലും മഹത്വപ്പെടുത്താൻ തുനിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യണം? അവരെ അതിനനുവദിക്കരുത്. അപ്പസ്തോലനായ പൗലോസിനെയും ബർണബാസിനെയും ജനങ്ങൾ മഹത്വപ്പെടുത്തുവാൻ, മാലയിടുവാനും അവരെ സേവിക്കാനും തുടങ്ങിയപ്പോൾ അപ്പസ്തോലനായ പൗലോസ് ആ ജനത്തെ തടഞ്ഞു. ഇന്ന് ലോകത്തിൽ ചില മനുഷ്യരെ തന്നെ ദൈവങ്ങളായി ആരാധിക്കുന്ന പ്രവണതകൾ കാണാം. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്, സൃഷ്ടാവിനെ അല്ലാതെ സൃഷ്ടികളെ മഹത്വപ്പെടുത്താൻ പാടില്ല. എല്ലാ ആരാധനയ്ക്കും സ്തുതിക്കും ആദരവിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് അർഹതപ്പെട്ടത് ഒരിക്കലും ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ദൈവത്തിന് അർഹതപ്പെട്ട മഹത്വവും സ്തുതിയും ബഹുമാനവും ആദരവും നമ്മൾ ഏതെങ്കിലും സൃഷ്ടികൾക്ക് കൊടുത്താൽ അതിനെയാണ് വിശുദ്ധ ബൈബിൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു, ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിനല്ല മഹത്വം കൊടുത്തിരുന്നത്. ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ മഹത്വപ്പെടുത്തി സേവിച്ചു, ആരാധിച്ചു. പണ്ട് ഈ വാക്യത്തിൻ്റെ ഗൗരവമൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. എൻ്റെ അജ്ഞതയുടെ കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ മഹത്വപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഉദാഹരണത്തിന് 10 തവണ നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന് പറയുമ്പോൾ ഒരു തവണയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. 50 തവണ നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന് പറയുമ്പോൾ കേവലം 5 തവണയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തിയിരുന്നത്. മറിയം ആരാണ്? ഒരു സൃഷ്ടി. സ്വർഗസ്ഥനായ പിതാവാരാണ്? സകലത്തിൻ്റെ ഉടയവൻ, സൃഷ്ടാവ്. ഒരു തവണ സൃഷ്ടാവിൻ്റെ പേര് പറഞ്ഞ് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയെ, മറിയത്തെ 10 തവണയാണ് മഹത്വപ്പെടുത്തിയിരുന്നത്. എന്നാൽ റോമാലേഖനത്തിൽ നിന്ന് ഈ വാക്യം വായിച്ചപ്പോൾ, അതായത് അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ സേവിച്ചു, ആരാധിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തിയിരുന്നു, ശരിയാണ്. പക്ഷേ സൃഷ്ടാവിലും ഉപരി ഞാൻ മഹത്വപ്പെടുത്തിയിരുന്നത് സൃഷ്ടികളെയാണ്, മരിച്ചുപോയ വിശുദ്ധരെയാണ്, ചില സഭാ നേതാക്കന്മാരെയാണ്. ഒരുപക്ഷെ ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങളിൽ പലരും വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നിമിത്തം സൃഷ്ടാവിനേക്കാളും ഉപരി സൃഷ്ടിയെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിരിക്കാം. സൃഷ്ടാവിനെയാണ് മഹത്വപ്പെടുത്തേണ്ടത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ മരിച്ചുപോയ വിശുദ്ധരെയോ, ഇന്ന് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് വലിയ ശക്തിയുണ്ട് എന്ന് അവകാശപ്പെടുന്ന ജീവനോടിരിക്കുന്ന ചില ശുശ്രൂഷകരെയോ, ഇവരെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ സൃഷ്ടാവിനേക്കാളും ഉപരിയായി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നു മുതലെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടികളെയല്ല, സൃഷ്ടാവിനെ തന്നെ മഹത്വപ്പെടുത്തുവാൻ ഒരു നല്ല തീരുമാനം ഈ ദൈവത്തോട്, സൃഷ്ടാവിനോട് ഒരു ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് ചിലർ തങ്ങളുടെ നേതാക്കന്മാരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മുഖസ്തുതി പറയാറുണ്ട്. നമ്മൾ മുഖസ്തുതി പറഞ്ഞാൽ വല്ല ദോഷവും നമുക്ക് വരുമോ? ഈ ചോദ്യത്തിന് ഉത്തരമായി ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 21 22 വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയുമില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ
അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. ഒരിക്കലൊരു സുവിശേഷ യോഗത്തിൽ ആ സ്റ്റേജിൽ ഒരുപാട് നേതാക്കന്മാർ ഇരിക്കുകയായിരുന്നു. ആ നേതാക്കന്മാരിൽ പലരും കപടഭക്തരും ദ്രവ്യാഗ്രഹികളും സ്ഥാനമോഹികളും ഒക്കെയാണ്. എങ്കിലും അവർ ഒരു പ്രസംഗകനെ പ്രസംഗിപ്പിക്കുവാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ നേതാക്കളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. ഇങ്ങനെ തന്നെ പ്രസംഗിക്കുവാൻ ക്ഷണിച്ച വ്യക്തികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മുഖസ്തുതി പറയുകയാണ്. ഇങ്ങനെ ദൈവമക്കളാരും മുഖസ്തുതി പറയരുത്. വിശുദ്ധ വചനം നമ്മോട് പറയുന്നത്, ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കുകയുമില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എൻ്റെ സ്രഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. ബ്രദർ ചോദിച്ചല്ലോ, മുഖസ്തുതി പറഞ്ഞാൽ എന്താണ് ദോഷം? മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും. എന്തുകൊണ്ട്? സൃഷ്ടികളായ നാം എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആദരവും സൃഷ്ടാവിനാണ് നൽകേണ്ടത്. സൃഷ്ടിയെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ, പലപ്പോഴും സൃഷ്ടികളെ മഹത്വപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്നത് അവർക്കില്ലാത്ത യോഗ്യതകളാണ് അവർക്കുണ്ട് എന്ന് പറയുന്നത്. ഇനി നാം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മുഖസ്തുതി പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തി പറയുമ്പോൾ നമുക്കും അത് ദോഷമാണ് വരുത്തി വയ്ക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം, സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെയും അങ്ങനെ ചെയ്തുവല്ലോ. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെയും അങ്ങനെ ചെയ്തുവല്ലോ. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഒരു മനുഷ്യനും എന്നെ പുകഴ്ത്തി പറയുവാൻ ഇടവരരുതേ. എൻ്റെ തൊട്ടടുത്ത് ഇരുന്നു കൊണ്ടോ ഞാൻ കാണാത്ത രീതിയിൽ വളരെ അകലെ ഇരുന്നു കൊണ്ടോ ഒരു മനുഷ്യനും എന്നെ പുകഴ്ത്തി പറയുവാൻ ഇടയാകരുതേ. ഇതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് പലരും സങ്കടപ്പെടാറുണ്ട്. എന്നെ അവർ തെറ്റിദ്ധരിച്ചു, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നവർ പറഞ്ഞു, എനിക്ക് അർഹതപ്പെട്ട ബഹുമാനമോ പുകഴ്ചയോ സ്വീകരണമോ ഒന്നും തന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം. വാസ്തവത്തിൽ നാം പ്രതീക്ഷിക്കേണ്ടത് മനുഷ്യരിൽ നിന്നുള്ള പുകഴ്ചയല്ല. അവർ നിന്ദിക്കട്ടെ, തെറ്റിദ്ധരിക്കട്ടെ, നമ്മെ കുറ്റം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ വലിയ പ്രതിഫലം ലഭിക്കും. ദൈവസഭകളിൽ എന്തുകൊണ്ടാണ് മരിച്ചുപോയ വിശുദ്ധന്മാരോടുള്ള അപേക്ഷകൾ ഇല്ലാത്തത്? റോമാലേഖനം 1:25 ബ്രദർ അല്പം മുമ്പ് വായിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി. അക്കാരണത്താൽ ദൈവം അവരെ അനുചിതമായ പ്രവൃത്തികൾക്ക് കൈവടിയുകയാണ് ചെയ്തത്. സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ മഹത്വപ്പെടുത്തിയവരെ ദൈവം കൈവടിയുന്നു. അതാണ് റോമാലേഖനത്തിൽ താഴെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭകളിൽ എന്തുകൊണ്ടാണ് മരിച്ച വിശുദ്ധരോടുള്ള അപേക്ഷകൾ ഇല്ലാത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനാണ്, അത് യേശുക്രിസ്തുവാണ് എന്ന് 1 തിമോത്തി 2:5 കാണാം. ബൈബിളിൽ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ മരിച്ചുപോയ വിശുദ്ധരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അങ്ങനെയൊരു പ്രാർത്ഥനാ സംവിധാനം ഇല്ല. അബ്രഹാം മരിച്ചപ്പോഴും ഏലിയ മരിച്ചപ്പോഴും ഏലീശ മരിച്ചപ്പോഴും പ്രവാചകന്മാരായ എസക്കിയേലും ദാനിയേലും മരിച്ചപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാനിയേലേ
അബ്രഹാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് യഹൂദന്മാർ പ്രാർത്ഥിച്ചില്ല. കാരണം ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്നവർ മരിച്ചവരോട് ആരായണം. അത് മന്ത്രവാദികളുടെ ഉപദേശമായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ നിയമത്തിലും മരിച്ചുപോയ വിശുദ്ധരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനാ സമ്പ്രദായം നമ്മൾ കാണാത്തത്. പരിശുദ്ധാത്മ നിറവുള്ള സ്തേഫാനോസ് രക്തസാക്ഷിയായപ്പോൾ അന്നത്തെ ദൈവസഭയിലെ ജനങ്ങൾ, വിശ്വാസികൾ സ്തേഫാനോസിൻ്റെ ആത്മാവിനോട് സ്തേഫാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ല. കാരണം ജീവനോടെ ഇരിക്കുന്നവർ മരിച്ച വിശുദ്ധരോട് സഹായം തേടാൻ പാടില്ല. ദൈവസഭകളിൽ മരിച്ചുപോയ വിശുദ്ധരോട് അപേക്ഷിക്കുന്ന സമ്പ്രദായമില്ലാത്തതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. സ്വതവേ മനുഷ്യന് സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. മരിച്ചുപോയൊരു വിശുദ്ധനോട് നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ ആദ്യം ആ മരിച്ചുപോയ വിശുദ്ധനെ മഹത്വപ്പെടുത്തിയിരിക്കണം. ആ വിശുദ്ധൻ ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ വിശുദ്ധൻ സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിശുദ്ധനെ മഹത്വപ്പെടുത്തിയതിന് ശേഷമാണ് ആ വിശുദ്ധനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നത്. ഒരു യോഗ്യതയുമില്ലാത്തവരോട് പ്രാർത്ഥിക്കാനായിട്ട് ആരും താല്പര്യം കാണിക്കുകയില്ല. അതുകൊണ്ട് ആരോട് അപേക്ഷിക്കുന്നുവോ അവർക്കൊക്കെ ഒത്തിരി യോഗ്യതകളുണ്ട് എന്നുള്ള പ്രചരണം ആവശ്യമായിരിക്കുന്നു. ഉദാഹരണത്തിന് യേശുവിൻ്റെ അമ്മയ്ക്ക് ബൈബിൾ കൊടുത്തിരിക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട്. അതിനെയെല്ലാം മറികടന്ന് മറിയത്തെ മറ്റൊരു ദൈവമാക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിശുദ്ധനെ നാം മഹത്വപ്പെടുത്തുകയും ആ വിശുദ്ധനോട് അപേക്ഷിക്കാനും ആരംഭിച്ചാൽ ക്രമേണ അത് പരിധികളെല്ലാം വിട്ട് അന്യദൈവാരാധനയായി മാറും. കാലം കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ദൈവത്തെക്കാളും ഉപരിയായി ആ വിശുദ്ധനോ വിശുദ്ധയ്ക്കോ ആണ് ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, സൃഷ്ടാവിനെ അല്ലാതെ സൃഷ്ടികളെ മഹത്വപ്പെടുത്തരുത്. ബൈബിളിൽ എഴുതിയിരിക്കുന്നതും ബൈബിളിൽ കാണാത്തതുമായ ഒരുപാട് യോഗ്യതകൾ മറിയത്തിനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മറിയത്തെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കേൾവിക്കാർ അറിയാതെ തന്നെ മറിയത്തെ ആരാധിക്കും. മറിയത്തെ ആരാധിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞാലും ജനം മറിയത്തെ ആരാധിക്കും. മറിയത്തെ ആരാധിച്ചാൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാലും ജനങ്ങൾ മറിയത്തെ തന്നെ ആരാധിക്കും. കാരണം എവിടെയൊക്കെ സൃഷ്ടിക്ക് മഹത്വം കൊടുക്കുന്നുവോ അവിടെയൊക്കെ ദുരാത്മാവ് വ്യാപരിക്കും. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായി പറയുന്നത്, നിങ്ങൾ സൃഷ്ടികളെ മഹത്വപ്പെടുത്തരുത്. നിങ്ങൾ സൃഷ്ടികളെ മഹത്വപ്പെടുത്തിയാൽ സൃഷ്ടാവായ ഞാൻ സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്ന നിങ്ങളെ മൊത്തം തള്ളിക്കളയും. കാരണം അവർ പിന്നെ ദൈവത്തെയല്ല, അന്ധകാര ശക്തികളെയാണ് പിന്നെ ആരാധിക്കുന്നത്. ഇക്കാരണങ്ങളാലാണ് ദൈവസഭകളിലുള്ള വിശ്വാസികൾ മരിച്ചുപോയ പൗലോസിനോടും പത്രോസിനോടും മറിയത്തോടുമൊക്കെ അപേക്ഷിക്കാതിരിക്കുന്നത്. ഇതേ കാരണങ്ങളാൽ തന്നെയാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളും മരിച്ചുപോയ വിശുദ്ധരോട് അപേക്ഷിക്കാതിരുന്നത്. സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നവർക്ക് വരുന്ന വലിയ അപകടത്തെക്കുറിച്ച് റോമാലേഖനം വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പെല്ലാം വചനത്തിൽ നിന്ന് വായിച്ചിട്ടും കേട്ടിട്ടും അതിന് ലവലേശം പ്രാധാന്യം കൊടുക്കാതെ ഇന്ന് സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടികളെയും സഭാ നേതാക്കന്മാരെയും മരിച്ചുപോയ വിശുദ്ധരെയൊക്കെ മഹത്വപ്പെടുത്തുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 1-ാം അധ്യായം 22 മുതൽ വായിക്കുന്നു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ
അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിലേർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. സ്വയംഭോഗം ഒരു പാപമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? സ്വയംഭോഗം ഒരു പാപമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 9 മുതൽ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കുവിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ സൃഷ്ടാവിലുമുപരി ഏതെങ്കിലും സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നവരാണ് എങ്കിൽ, വിശുദ്ധരായിരിക്കാം, മാലാഖിയായിരിക്കാം, ദൈവത്തിൻ്റെ ഏതെങ്കിലും സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്നവരാണെങ്കിൽ അവർക്കൊന്നും തന്നെ ഇപ്പോൾ വായിച്ചു കേട്ട പാപസ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല. കാരണം സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ മഹത്വപ്പെടുത്തുന്നവരെ ദൈവം തന്നെ അനുചിത പ്രവൃത്തികൾക്ക് കൈയൊഴിയുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിയിൽ യേശുവിൻ്റെ പ്രതിമയോ ചിത്രമോ വെച്ചാൽ വല്ല കുഴപ്പവും ഉണ്ടോ? ഒന്നാമതായി, ബ്രദറിൻ്റെ വീട്ടിൽ ബ്രദർ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിയിൽ യേശുവിൻ്റെ ഒരു പ്രതിമയോ യേശുവിൻ്റെ ഒരു ചിത്രമോ അഥവാ വയ്ക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ ബ്രദറിന് അത് സാധിക്കുകയില്ല. കാരണം ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന യേശുവിൻ്റെ പ്രതിമകൾ, യേശുവിൻ്റേതെന്ന് പറയുന്ന ചിത്രങ്ങൾ, ഫോട്ടോസ്, ഇതൊന്നും യഥാർത്ഥ യേശുവുമായി യാതൊരു സാമ്യവും ഉള്ളതല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ യഥാർത്ഥ യേശുവിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. പിന്നെ ഓരോ കലാകാരന്മാർ അവരുടെ ഭാവനയ്ക്ക് ഓരോ പുരുഷരൂപം ഉണ്ടാക്കി ഇതാണ് യേശു എന്ന് പറയുകയാണ്. ഇന്ന് നാം കാണുന്ന യേശുവിൻ്റെ ചിത്രങ്ങൾ, യേശുവിൻ്റെ പ്രതിമകൾ, ഇവയൊന്നും യേശുവിൻ്റെ യഥാർത്ഥ രൂപവും ആകൃതിയുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല. നേരത്തെ പറഞ്ഞല്ലോ, യേശുവായി അഭിനയിച്ച ചില സിനിമാ നടന്മാരുടെ ഫോട്ടോകളെ യേശുവാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന യേശുവിൻ്റേതെന്ന് പറയുന്ന പല പ്രതിമകൾക്കും ഫോട്ടോകൾക്കും ഒരേ മുഖസാദൃശ്യമല്ല ഉള്ളത്. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ഉള്ള യേശുവിൻ്റെ പ്രതിമകൾ നമുക്ക് ധാരാളം കാണുവാൻ കഴിയും. കാരണം ഓരോ കലാകാരന്മാർ അവരുടെ ഭാവനയിൽ തോന്നുന്ന പുരുഷരൂപങ്ങൾ ഉണ്ടാക്കി അതിന് യേശു എന്ന് പേരിട്ടിരിക്കുകയാണ്. അന്യദൈവങ്ങളുടെ അതേ രൂപത്തിലും സാദൃശ്യത്തിലുമുള്ള ധാരാളം യേശു സ്വരൂപങ്ങളും യേശു പ്രതിമകളും ചിത്രങ്ങളും ഇന്ന് പണം കൊടുത്താൽ ആർക്കും വാങ്ങാൻ പറ്റും. അതുകൊണ്ട് ബ്രദറിൻ്റെ വീട്ടിൽ ബ്രദർ പ്രാർത്ഥിക്കാനിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ അഥവാ ഇനി യേശുവിൻ്റെ ഒരു പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ, ചിത്രം
വയ്ക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ ബ്രദറിനത് സാധ്യമല്ല. ഇനി അഥവാ വയ്ക്കുകയാണെങ്കിൽ അതൊന്നും യേശുവിൻ്റെ പ്രതിമയല്ല, ഫോട്ടോയുമല്ല. അക്കാര്യം ആദ്യം മനസ്സിലാക്കണം. ഇനി ഒരുപക്ഷെ ബ്രദർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് യഥാർത്ഥ യേശുവിൻ്റെ പ്രതിമ, യഥാർത്ഥ യേശുവിൻ്റെ ഫോട്ടോ ഇത് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് യേശുവിൻ്റെ പ്രതിമ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് യേശുവിൻ്റെ ചിത്രം അതായാലും മതി എന്ന് പറഞ്ഞ് ബ്രദർ യേശുവിൻ്റെ ഒരു പ്രതിമയോ യേശുവിൻ്റെ ഒരു ചിത്രമോ ബ്രദർ പ്രാർത്ഥിക്കാനിരിക്കുന്ന പ്രാർത്ഥനാ മുറിയിൽ വെച്ചാൽ എന്താണ് അപകടം? ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ബ്രദറിൻ്റെ നേരെ മുന്നിൽ നിൽക്കുന്നത് ആ പ്രതിമയാണ്, ആ ചിത്രമാണ്. പിന്നെ ബ്രദർ പ്രാർത്ഥിക്കുന്നത് സത്യദൈവത്തോടല്ല, ആ പ്രതിമയെ നോക്കിയാണ് ബ്രദർ പ്രാർത്ഥിക്കുക. ബ്രദറിൻ്റെ സങ്കടങ്ങൾ പറയുക ആ യേശു പ്രതിമയോടാണ്, അല്ലെങ്കിൽ യേശുവിൻ്റേതെന്ന് പറയുന്ന ഒരു പുരുഷൻ്റെ ചിത്രത്തിലേക്ക് നോക്കിയാണ് ബ്രദറിൻ്റെ സങ്കടങ്ങൾ പറയുക. ഇനി ബ്രദറിന് യേശുവിനെ ആരാധിക്കണമെന്ന് തോന്നിയാൽ ബ്രദർ ആ ജീവനില്ലാത്ത പ്രതിമയിലേക്കോ ചിത്രത്തിലേക്കോ നോക്കിയാണ് ബ്രദർ യേശുവിനെ ആരാധിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് വിഗ്രഹാരാധനയാണ്. 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന ഇതാണ്: മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. ബ്രദറിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ രണ്ടാമത്തെ കൽപ്പനയ്ക്ക് വിരോധമായി യേശുവിൻ്റെ പ്രതിമയോ യേശുവിൻ്റെ ചിത്രമോ വെച്ചാൽ ബ്രദറിൻ്റെ പ്രാർത്ഥനാ മുറി എന്ന് പറയുന്ന ആ മുറിയിൽ നടത്തുന്ന പ്രാർത്ഥനകളൊക്കെ, ആ മുറിയിൽ നടത്തുന്ന ആരാധനകളൊക്കെ എങ്ങനെ ജീവനുള്ള ദൈവം സ്വീകരിക്കും? കാരണം ബ്രദറിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ രണ്ടാം കൽപ്പനയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു കാര്യം ഇരിക്കുമ്പോൾ അവിടെ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് എങ്ങനെ ജീവനുള്ള കർത്താവ് ഉത്തരം തരും? ബ്രദർ അഥവാ ജീവനില്ലാത്ത പ്രതിമയിലേക്ക്, യേശു പ്രതിമയിലേക്കോ യേശുവിൻ്റെ ചിത്രത്തിലേക്കോ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴൊക്കെ അതിനെ നോക്കി പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴെല്ലാം ബ്രദർ ജീവനുള്ള യേശുവിനെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്വരൂപം ഉണ്ടാക്കരുത്, വണങ്ങരുത് എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിടെ വെച്ച് ബ്രദർ നടത്തുന്ന പ്രാർത്ഥനകൾ, ആ സ്വരൂപത്തെ നോക്കി ബ്രദർ നടത്തുന്ന സങ്കടത്തോടെയുള്ള പ്രാർത്ഥനകൾ, ഇതൊന്നും തന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ കാതിലേക്ക് എത്തുകയില്ല. ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ദൈവമക്കളായ നാം ആരും പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനം 4-ാം അധ്യായം 15 മുതൽ 18 വരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിടയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 10 കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന പുറപ്പാട് 20-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ വണങ്ങുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. റോമാലേഖനം 1-ാം അധ്യായം 22 മുതൽ വായിക്കുന്നു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം
അവമാനിതമാക്കുന്നതിനെ അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അഥവാ നാം സൃഷ്ടികളെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് വാസ്തവത്തിലുള്ള യോഗ്യതകളെക്കാൾ അധികം യോഗ്യതകൾ അവർക്കുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരികയില്ലേ? ശരിയാണ്. നാം ഏതെങ്കിലും സൃഷ്ടിയെ മഹത്വപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ സൃഷ്ടിക്ക് വാസ്തവത്തിൽ എന്ത് യോഗ്യതയാണോ ഉള്ളത് അതിനേക്കാളും അധികം യോഗ്യത ആ സൃഷ്ടിക്ക് ഉണ്ടെന്ന് നമുക്ക് വ്യാജമായി പറയേണ്ടി വരും. ഉദാഹരണത്തിന് മറിയത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. വിശുദ്ധ ബൈബിൾ മറിയത്തിനൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. എന്നാൽ സൃഷ്ടിയായ മറിയത്തെയാണ് നാം മഹത്വപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബൈബിളിൽ മറിയത്തിന് നൽകാത്ത ഒത്തിരി പദവികൾ നമുക്ക് മറിയത്തിന് നൽകേണ്ടി വരും. ഉദാഹരണത്തിന് യേശുവിൻ്റെ അമ്മ യാതൊരു പാപവും ചെയ്യാത്ത പരിശുദ്ധയാണ് എന്ന് ബൈബിൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ മറിയത്തെ മഹത്വപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ മറിയം യാതൊരു പാപവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. വാസ്തവത്തിൽ ദൈവം മാത്രമാണ് പാപം ചെയ്യാത്ത പരിശുദ്ധൻ. എന്നാൽ ദൈവത്തിന് അർഹതപ്പെട്ട പദവി നമുക്ക് മറിയത്തിനും നൽകേണ്ടി വരും. ഇതുപോലെ തന്നെ യേശുവിൻ്റെ അമ്മ മറിയം സ്വർഗാരൂപിതയാണെന്നോ മാലാഖമാരുടെ രാജ്ഞിയാണെന്നോ ഉഷകാല നക്ഷത്രമാണെന്നോ പാപികളുടെ സങ്കേതമാണെന്നോ അമലോത്ഭവയാണെന്നോ ഇങ്ങനെയൊന്നും ബൈബിൾ മറിയത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ സൃഷ്ടിയായ മറിയത്തെ മഹത്വപ്പെടുത്തുവാനാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ മറിയത്തിന് വാസ്തവത്തിൽ ഇല്ലാത്ത പല പദവികളും യോഗ്യതകളും നമുക്ക് മറിയത്തിന് നൽകേണ്ടി വരും. അങ്ങനെ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുന്നവരുടെ ഗണത്തിൽ നാം അകപ്പെടും. ഏശയ്യ 43:7 വാക്യം, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ദൈവം എന്തിനാണ് ദൈവമക്കളായ നമ്മെ സൃഷ്ടിച്ചത്? ഏതെങ്കിലും സൃഷ്ടികളെ മഹത്വപ്പെടുത്താനാണോ? ഒരിക്കലുമല്ല. ദൈവം പറയുന്നു, ഏശയ്യ 43:7, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. അബ്രഹാം, മോശ, ഏലിയാവ്, ഏലീശ, ദാനിയേൽ തുടങ്ങിയ പഴയ നിയമവിശുദ്ധന്മാർക്കും പുതിയ നിയമത്തിലെ മറിയം, പൗലോസ്, പത്രോസ്, യാക്കോബ് എന്നിവർക്കും മഹത്വം കൊടുക്കാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞവരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഇവർ ചില സൽപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ അവരെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. 1 കൊറിന്തോസ് 10:31, അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. നമ്മുടെ വാക്കുകൾ ദൈവമഹത്വത്തിനായിരിക്കണം.
നമ്മുടെ പ്രവൃത്തികൾ ദൈവമഹത്വത്തിനായിരിക്കണം. നമ്മുടെ ആരാധനയും നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കണം. നമ്മുടെ സകല പ്രവൃത്തികളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും സൃഷ്ടികളായ മറിയത്തെയോ പൗലോസിനെയോ യാക്കോബിനെയോ യോഹന്നാനെയോ ഭൂമിയിൽ പരിശുദ്ധന്മാർ എന്ന് സ്വയം പേരെടുത്തവരെയോ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും നാം നമ്മുടെ ജീവിതം മാറ്റിവെക്കരുത്. നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ലക്ഷ്യം സൃഷ്ടികളെ മഹത്വപ്പെടുത്തലല്ല, മറിച്ച് സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തലാണ്. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സൃഷ്ടികളായ പത്രോസിനെയും പൗലോസിനെയും യാക്കോബിനെയും മറിയത്തെയും മഹത്വപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിനു വേണ്ടി എഴുതി ഉണ്ടാക്കപ്പെട്ടതാണ് എങ്കിൽ പ്രാർത്ഥനയുടെ ലക്ഷ്യം തന്നെ തെറ്റിപ്പോയി. നമ്മൾ സൃഷ്ടികളായ അബ്രഹാമിനെയും മോശയെയും ഏലിയാവിനെയും പത്രോസിനെയും പൗലോസിനെയും മറിയത്തെയും മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയാൽ നമ്മൾ അറിയാതെ ഒരു ആത്മാവ് നമ്മെ സ്വാധീനിക്കാൻ തുടങ്ങും. പിന്നീട് നാം മേൽപ്പറഞ്ഞ വ്യക്തികളിൽ ആശ്രയം വയ്ക്കുകയും അവരോട് അപേക്ഷിക്കുകയും അവരുടെ സൽപ്രവൃത്തികൾ ഉദ്ഘോഷിക്കുകയും അവരുടെ പ്രതിമകളോ സ്വരൂപങ്ങളോ ഉണ്ടാക്കി വണങ്ങുവാനും തുടങ്ങും. മാത്രമല്ല, അവർക്കില്ലാത്ത ഒരുപാട് യോഗ്യതകൾ അവർക്കുണ്ട് എന്ന് നാം പറയാൻ തുടങ്ങും. അങ്ങനെ നാം അറിയാതെ തന്നെ ഈ സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങും. എന്നാൽ നാം ആ സൃഷ്ടികളെ നമ്മുടെ പ്രാർത്ഥന വഴി അപേക്ഷകൾ വഴി ആരാധിക്കുകയാണ് എന്നുള്ള സത്യം ഈ ആത്മാവ് നമ്മിൽ നിന്ന് മറച്ചു പിടിക്കും. നമ്മൾ ബഹുദൈവ ആരാധകരായി മാറുമെങ്കിലും ആ സത്യം ഒരിക്കലും നമുക്ക് ഈ ആത്മാവ് വെളിപ്പെടുത്തി തരികയുമില്ല. നമ്മൾ മറ്റുള്ള സൃഷ്ടികളെ, അത് പത്രോസായാലും പൗലോസായാലും അബ്രഹാമായാലും മറിയമായാലും, അവരെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങിയാൽ നമ്മൾ അറിയാതെ തന്നെ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകും. നാം മറ്റു സൃഷ്ടികളെ മഹത്വപ്പെടുത്തുവാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റു മനുഷ്യരോട് നമ്മെ മഹത്വപ്പെടുത്തുവാൻ നാം ആവശ്യപ്പെടാനും പാടില്ല. ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ പറയാൻ പാടില്ല: ഞാൻ പരിശുദ്ധനാണ്, നിങ്ങളെല്ലാവരും എന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിച്ച് മഹത്വപ്പെടുത്തണം. നമ്മൾ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിച്ചാലും, നമ്മൾ എത്രമാത്രം സൽപ്രവൃത്തികൾ ചെയ്താലും, നാം എത്രമാത്രം ദൈവവചനപ്രകാരം ജീവിച്ചാലും മറ്റുള്ളവരോട് നിങ്ങളെല്ലാം എന്നെ പരിശുദ്ധൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യണം. അങ്ങനെ പറഞ്ഞ് അവരിൽ നിന്ന് മഹത്വം നാം സ്വീകരിക്കാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ നാം കർത്താവ് പറഞ്ഞതൊക്കെ കൃത്യമായി അനുസരിച്ചാലും ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ഈ മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. നമ്മിലൂടെ എത്ര വലിയ അത്ഭുതങ്ങൾ നടന്നാലും, നാം അനേകരോട് സുവിശേഷം പറഞ്ഞാലും നമ്മുടെ മനോഭാവം ഇതായിരിക്കണം: ഞാൻ പ്രയോജനമില്ലാത്ത ദാസനാണ്, ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ബോധ്യം നമുക്കില്ല എങ്കിൽ സാത്താൻ നമ്മളെ കബളിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് സ്ഥാനങ്ങൾ, മാനങ്ങൾ, പദവികൾ, ടൈറ്റിലുകൾ ഇത് ലഭിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും നമ്മൾ മെനഞ്ഞുകൊണ്ടിരിക്കും. ഒരു യഥാർത്ഥ ക്രിസ്തുഭക്തൻ്റെ മനോഭാവം ഇതാണ്. 115 സങ്കീർത്തനം 1 വാക്യം: ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. അബ്രഹാം, മോശ, ദാവീദ്, പഴയ നിയമ പ്രവാചകന്മാർ ഇവർ മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അവർ കർത്താവിൻ്റെ നാമത്തിൽ പല നല്ല കാര്യങ്ങളും ചെയ്തെങ്കിലും
അവർ ഒരിക്കലും മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിച്ചില്ല. അതുകൊണ്ട് പത്രോസും യാക്കോബും യോഹന്നാനും ഇപ്രകാരം പറഞ്ഞില്ല: വിശ്വാസികളെ, ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ പ്രതിമകൾ നിങ്ങൾ ഉണ്ടാക്കി വണങ്ങണം. ഞങ്ങൾ മരിച്ചാൽ നിങ്ങളെപ്പോഴും ഞങ്ങളോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇപ്രകാരം പത്രോസോ പൗലോസോ മറിയമോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ ഒരിക്കലും മനുഷ്യരുടെ മഹത്വം ആഗ്രഹിച്ച വ്യക്തികളല്ല. നമ്മൾ മറ്റു മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നവരാണ് എങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ദൈവക്രോധം നമ്മുടെ മേൽ വന്നു വീഴും. ജനക്കൂട്ടം ഹെറോദേസിന് മഹത്വം കൊടുത്തപ്പോൾ സംഭവിച്ച കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഒരു നിശ്ചിത ദിവസം ഹെറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു: ഇത് ഒരു ദേവൻ്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് മഹത്വം സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തത്രപ്പെടുന്നുവെങ്കിൽ ഒരു വലിയ ദൈവക്രോധം നമ്മുടെ മേൽ വരാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഇതുപോലെ നമ്മൾ സൃഷ്ടികളെ മഹത്വപ്പെടുത്തുമ്പോഴും ദൈവക്രോധം നമ്മുടെ മേൽ വരും. ഇക്കാര്യം വ്യക്തമായി പൗലോസിനും ബർണബാസിനും അറിയാമായിരുന്നു. ഒരിക്കൽ പൗലോസ് ജന്മനാ മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ സൗഖ്യമാക്കി. അത് കണ്ട ജനമെല്ലാം പൗലോസിനെയും കൂടെ ഉണ്ടായിരുന്ന ബർണബാസിനെയും മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. ഉടനെ തന്നെ പൗലോസ് ആ ജനക്കൂട്ടത്തെ വിലക്കി: ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്, ഞങ്ങളെ മഹത്വപ്പെടുത്തരുത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞു. കാരണം പൗലോസായാലും ബർണബാസായാലും എത്ര വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തിയായാലും ഒരു വലിയ സഭയുടെ നേതാവായാലും മറ്റുള്ളവരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ദൈവക്രോധത്തിന് ആ വ്യക്തികൾ ഇരയാകാനുള്ള സകല സാധ്യതകളും ഉണ്ട്. മനുഷ്യരിൽ നിന്ന് മനഃപൂർവ്വം മഹത്വം സ്വീകരിക്കുവാൻ ഓടി നടക്കുന്നവർക്ക് തങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം മുഴുത്തു നിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ഒരു വലിയ സംഘടനയുടെ നേതാവായിരിക്കാം, അല്ലെങ്കിൽ സഭയുടെ നേതാവായിരിക്കാം. ആരായാലും ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ഈ വ്യക്തിയെ മഹത്വപ്പെടുത്താൻ തുടങ്ങിയാൽ ദൈവക്രോധം അവിടെ പ്രത്യക്ഷപ്പെടാൻ സകല സാധ്യതകളും ഉണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 8 മുതൽ വായിക്കുന്നു: കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു: എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം ലിക്കവോനിയൻ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു: ദേവന്മാർ മനുഷ്യരൂപം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവർ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിൻ്റെ മുമ്പിലുള്ള സേവൂസിൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളും പൂമാലകളുമായി കവാടത്തിങ്കൽ വന്ന് ജനങ്ങളോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇതറിഞ്ഞ് അപ്പസ്തോലന്മാരായ ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു: ഹേ മനുഷ്യരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്?
ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണം എന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. അവിടുന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. 18-ാം വാക്യം, അവർ ഇപ്രകാരം പറഞ്ഞ് തങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ കഷ്ടിച്ച് പിന്തിരിപ്പിച്ചു. മറ്റൊരിക്കൽ പത്രോസിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി കൊർന്നേലിയോസ് എന്ന ശതാധിപൻ പത്രോസിൻ്റെ കാൽക്കൽ വീണപ്പോൾ പത്രോസ് എന്താണ് ചെയ്തത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 25 മുതൽ വായിക്കുന്നു. പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ കൊർന്നേലിയൂസ് അവനെ സ്വീകരിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ചു. എഴുന്നേൽക്കുക, ഞാനും ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ പത്രോസും മറ്റുള്ളവരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നില്ല. കാരണം പത്രോസ് ഒരു സൃഷ്ടിയാണ്. കൊർന്നേലിയോസ് മഹത്വപ്പെടുത്തേണ്ടത് സൃഷ്ടിയായ പത്രോസിനെയല്ല, സൃഷ്ടാവായ ദൈവത്തെയാണ് കൊർന്നേലിയോസ് മഹത്വപ്പെടുത്തേണ്ടത്. പത്രോസ് യേശുവിൻ്റെ ശിഷ്യനായിരുന്നു. താഴ്മയും സൗമ്യതയുമുള്ള യേശുവിൻ്റെ ശിഷ്യൻ. മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങാതിരിക്കുക, അവർ തരുന്ന മഹത്വം സ്വീകരിക്കാതിരിക്കുക, ഇത് പത്രോസിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. പത്രോസിൻ്റെ മാത്രമല്ല, പൗലോസും ബർണബാസും ഇതേ സ്വഭാവം ഉള്ളവരായിരുന്നു. പത്രോസിലും പൗലോസിലും നാം ദർശിച്ച താഴ്മയുടെ ഈ മനോഭാവം, മനുഷ്യരിൽ നിന്ന് ബഹുമാനവും മഹത്വവും വാങ്ങാതിരിക്കുന്ന ഈ സ്വഭാവം ഇന്നത്തെ ചില ക്രിസ്തീയ സഭാ നേതാക്കളിൽ ഉണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. സൃഷ്ടികളായ മനുഷ്യരെ മഹത്വപ്പെടുത്തുക, മനുഷ്യരെ ദൈവങ്ങളാക്കുക, മരിച്ചുപോയവരെ പോലും മഹത്വപ്പെടുത്തുക, അവരിൽ ആശ്രയിക്കുക, അവരോട് അപേക്ഷിക്കുക, ഇതൊക്കെ സാധാരണ ഈ ലോകത്തിലെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. എന്നാൽ നമ്മൾ ബൈബിളിലേക്കും സത്യദൈവത്തിലേക്കും തിരിയുമ്പോൾ നമുക്ക് സുബോധം കർത്താവ് തരും. പിന്നെ നമ്മൾ സൃഷ്ടികളെ മഹത്വപ്പെടുത്താതെ സൃഷ്ടാവിനെ മാത്രം മഹത്വപ്പെടുത്താൻ തുടങ്ങും. ദാവീദ് ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഒരു സങ്കീർത്തനത്തിൽ പോലും ഞാൻ ഗോലിയാത്തിനെ കൊന്നു, അതുകൊണ്ട് എൻ്റെ വായനക്കാരെ നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നില്ല. ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോൾ എല്ലാ മഹത്വവും സൃഷ്ടാവിന് മാത്രമാണ് കൊടുക്കുന്നത്. നമ്മളും ഇപ്രകാരം ചില അത്ഭുതങ്ങളോ സൽപ്രവൃത്തികളോ ചെയ്ത ചില വ്യക്തികളെ മഹത്വപ്പെടുത്താതെ സൃഷ്ടാവിനെ തന്നെ മഹത്വപ്പെടുത്തണം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ പത്രോസിനെയോ പൗലോസിനെയോ മറിയത്തെയോ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടില്ല. എനിക്ക് ഒരു സഹോദരനെ അറിയാം. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രാർത്ഥനയിലൂടെ സൃഷ്ടിയായ മറിയത്തെയായിരുന്നു മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത്. മറിയത്തിന് ഒരുപാട് പദവികളും സ്ഥാനവും മാനവും നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേക ജപം അദ്ദേഹം ചൊല്ലിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് ഈ ചെയ്യുന്നത് അന്യദൈവാരാധനയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം പിന്നെ ഒരിക്കൽ പോലും സൃഷ്ടിയായ മറിയത്തെ മഹത്വപ്പെടുത്തുന്ന ജപങ്ങളൊന്നും തന്നെ ചൊല്ലാതെ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്താനും ആരാധിക്കാനും തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. 148-ാം സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്തുനിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവിൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഉന്നതവാനിടമേ കർത്താവിനെ സ്തുതിക്കുവിൻ, ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ
അവിടുത്തെ സ്തുതിക്കുവിൻ. അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവിൻ. കടലിലെ ഭീകരജീവികളെ, അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ എല്ലാ നാളും. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും. രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ. രാജാക്കൾ മഹത്തുക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ രക്ഷകനേ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ എല്ലാ നാളും. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാതിസ്വർഗവും മേലുള്ള വെള്ളവും. സ്വർഗാതിസ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും. തീക്കൽ മഴ ഹിമം ആഴി കൊടുങ്കാറ്റിവ. തീക്കൽ മഴ ഹിമം ആഴി കൊടുങ്കാറ്റിവ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും വാഴ്ത്തിയിടട്ടെ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാരും തപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ. തപ്പുകൾ കിന്നരം കൈത്താളമേളത്താൽ വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തൻ നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ എല്ലാ നാളും. സൃഷ്ടാവായ ദൈവത്തെ മാത്രമാണ് മഹത്വപ്പെടുത്തേണ്ടത് എന്ന് പലർക്കും അറിയാമെങ്കിലും പലരും പ്രാർത്ഥിക്കുമ്പോൾ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെയാണ്
മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ മാലാഖമാർ പിതാവായ ദൈവത്തിനും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനും മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ദൈവത്തിന് എപ്രകാരം അവർ മഹത്വം കൊടുക്കുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടാനുകോടി മാലാഖമാരോട് നാം ഇപ്രകാരം പറയുകയാണ് എന്ന് ചിന്തിക്കുക. ഹേ മാലാഖമാരെ, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കൂട്ടത്തിൽ പൗലോസിൻ്റെയും യാക്കോബിൻ്റെയും ഏലിയാവിൻ്റെയും മറിയത്തിൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ യോഗ്യതകളും ഗുണഗണങ്ങളും വർണ്ണിച്ച് ഒരു പാട്ട് പാടുമോ? ഈ വിശുദ്ധരെ പുകഴ്ത്തിക്കൊണ്ട് ഹേ മാലാഖമാരെ, നിങ്ങൾക്ക് ഒരു സ്തുതിഗീതം പാടാൻ കഴിയുമോ? അങ്ങനെ ചോദിച്ചാൽ അവർ പറയും, ഒരിക്കലുമില്ല. ഞങ്ങൾ ഒരു സൃഷ്ടിയെയും മഹത്വപ്പെടുത്തുകയില്ല, ഒരു സൃഷ്ടിയെയും സ്തുതിച്ച് പ്രകീർത്തിച്ച് സ്തോത്രഗീതം പാടുകയില്ല. പിതാവായ ദൈവത്തിനും അവിടുത്തെ പുത്രനും മഹത്വം കൊടുക്കുന്ന പാട്ടുകളും സ്തുതിഗീതങ്ങളും മാത്രമേ ഞങ്ങൾ പാടുകയുള്ളൂ. സൃഷ്ടികളെ ഒരു കാരണവശാലും ഞങ്ങൾ മഹത്വപ്പെടുത്തുകയില്ല. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നവരായ നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഏതെങ്കിലും സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്ന, ഏതെങ്കിലും സൃഷ്ടികളെ വാനോളം പുകഴ്ത്തുന്ന പദപ്രയോഗങ്ങൾ ആ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ മഹത്വപ്പെടുത്തുന്നവരുടെ ഗണത്തിലായിരിക്കും ഉൾപ്പെടുക. സ്വർഗത്തിൽ ദൈവദൂതന്മാർ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഒരു വിശുദ്ധകളെയും മറിയത്തെയും മഹത്വപ്പെടുത്തുന്നില്ല. ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ സമയത്തിൻ്റെയും ആരാധനാ സമയത്തിൻ്റെയും ഒരു വലിയ പങ്ക് സൃഷ്ടികളെ മഹത്വപ്പെടുത്തുവാനാണ് മാറ്റിവെക്കുന്നത് എങ്കിൽ നമുക്കെങ്ങനെയാണ് സൃഷ്ടികളെ മഹത്വപ്പെടുത്താത്ത, സൃഷ്ടാവിന് മാത്രം മഹത്വം കൊടുക്കുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുക? അതുകൊണ്ട് സൃഷ്ടികളെ മഹത്വപ്പെടുത്തുന്ന എല്ലാവർക്കും ഒരു ശക്തമായ വാണിംഗ് റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ആരാധനയിൽ സൃഷ്ടികൾക്ക് മഹത്വം കൊടുക്കുന്ന പദപ്രയോഗങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത്തരം പ്രാർത്ഥനാ രീതികൾ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? റോമാലേഖനം 1-ാം അധ്യായം 22 മുതൽ വായിക്കുന്നു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അവമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുമുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ജെറമിയ 2:27. നീ എൻ്റെ പിതാവാണ് എന്ന് മരക്കഷണത്തോടും നീ എൻ്റെ മാതാവാണ് എന്ന് കല്ലിനോടും അവർ പറയുന്നു. അവർ മുഖമല്ല പൃഷ്ഠമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്.